കൂടെ നിൽക്കുവാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആരും കൂടെയില്ല. പലരും കാണുമെന്ന് വിചാരിച്ചു. ആരൊക്കെ നമ്മളെ തെറ്റിദ്ധരിച്ച് നമ്മളിൽ നിന്ന് അകന്നു മാറിയ സമയങ്ങൾ, വളരെ വേദനയോടുകൂടി കഴിച്ചുകൂട്ടിയ നിരാശയുടെ രാത്രികൾ, ഉറക്കമില്ലാത്ത രാത്രികൾ. എങ്ങനെ ഈ രാത്രി കഴിയും, പ്രഭാതമാകും, നേരം വെളുപ്പിക്കും, ഇത് തീരുവാൻ പറ്റുമോ, ഇത് അവസാനമാണോ എന്ന് ചിന്തിച്ചൊക്കെ ഇരിക്കുന്ന ഒത്തിരി രാത്രികൾ. ഇങ്ങനെയുള്ള ജീവിതാനുഭവത്തിൽ കടന്നുപോയപ്പോൾ യാക്കോബ് അങ്ങനത്തെ ഒരു രാത്രിയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, എല്ലാവരും കൈവിട്ട സമയത്ത് അവൻ കല്ല് തലയണയായിട്ട് വെച്ച് കിടന്നുറങ്ങുകയാണ്. അവൻ്റെ പിതാവിൻ്റെ സ്ഥലമായ കനാനിൽ നിന്ന് തുർക്കിയിലേക്ക് അല്ലെങ്കിൽ സിറിയയിലേക്കുള്ള യാത്രയിൽ, പദ്ദനാരാമിലേക്കുള്ള യാത്രയിൽ ഹാരാനിൽ വെച്ച് ദൈവം അവനോട് സംസാരിക്കുന്ന ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം തരുന്ന അവൻ്റെ പ്രത്യേകമായ സന്ദർശനവും വെളിപ്പാടുകളുമാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമുക്ക് ദൈവികമായ ആലോചന നൽകുന്നതും നമുക്ക് ബലം തരുന്നതുമായ വസ്തുത ആണ് ഈ ദർശനങ്ങൾ. ഈ ഷാലോം സന്ദേശം ശ്രദ്ധിച്ച് കേൾക്കുക. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 16-17 വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. പിന്നെ പറയുന്ന കാര്യം കേൾക്കണം. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് ആരുമില്ല, എന്നോട് കൂടെ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ മാത്രം ജീവിച്ച് ശീലിച്ച കൂടാരവാസിയായ യാക്കോബ് ഇപ്പോൾ ആരുമില്ലാത്തവനായിട്ട്, സഹോദരനോ ആരുമില്ലാത്തവനായിട്ട് ഒരു കുറുങ്കാട്ടിൽ ഒരു കല്ല് തലയണയായിട്ട് വെച്ച് കിടക്കുമ്പോൾ അവൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യം. ഒരുപക്ഷെ ദൈവം തന്നെ അവനെ താൽക്കാലികമായിട്ട് അങ്ങനെ അനുവദിച്ചതാകാം. എല്ലാവരെയും കൂടെ നിർത്തിയാൽ എല്ലാം പറയാൻ പറ്റില്ല. എല്ലായിടത്തും എല്ലാവരും ഉണ്ടെങ്കിൽ ദർശനം ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല. ദൈവമായിട്ടുള്ള നേരിട്ടുള്ളൊരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവികമായ നേരിട്ടുള്ളൊരു റെവലേഷനിലേക്ക് വരുവാൻ ചിലപ്പോൾ ദൈവം അങ്ങനത്തെ ഒരു രാത്രി അനുവദിച്ചതായിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം അനുവദിക്കുന്നതായിരിക്കാം. ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുവാൻ, ദൈവത്തിൻ്റെ സന്ദർശനം നിങ്ങൾ അനുഭവിക്കുവാൻ ചിലപ്പോൾ ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം. ആരെയും കുറ്റപ്പെടുത്തരുത്. മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ അവരുടെ കാരണങ്ങളെയോ സ്വയമോ പഴിക്കരുത്. സ്വയമായി പഴിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ സന്ദർശനം ആ സമയത്ത് നടക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഒരു സന്ദർശനമുണ്ട്. ഇന്ന് നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന സമയമാണിത്. ദൈവത്തിന് നിങ്ങളെ ചിലത് ബോധ്യപ്പെടുത്താനുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ കയ്യിൽ ചിലത് ഏൽപ്പിക്കാനുണ്ട്. ദൈവത്തിന് ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് കൈമാറാനുണ്ട്. നിങ്ങൾ ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കാനുള്ള സമയം കൂടെയാണ്. ഹല്ലേലൂയ. വ്യക്തിപരമായി ചില ദൈവത്തോടുള്ള കാര്യത്തിൽ, ദൈവികമായ കാര്യത്തിൽ ചില തീരുമാനങ്ങളും ഉടമ്പടിയും എടുക്കേണ്ട സമയമാണ്. ഇവിടെ യാക്കോബ് പറയുകയാണ്, ആരുമില്ലല്ലോ. പക്ഷേ ആരുമില്ല എന്ന് പറഞ്ഞിടത്ത് യാക്കോബ് പറയാണ്, ദൈവം ഈ സ്ഥലം, യഹോവ ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ആരുമില്ല എന്ന് പറഞ്ഞ സ്ഥലം, സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഏറ്റവും പ്രിയപ്പെട്ടവരൊന്നും ഇല്ലെങ്കിലും ദൈവം ഉള്ള സ്ഥലം, നിങ്ങൾ ഇന്നായിരിക്കുന്ന സ്ഥലം അത് തന്നെയാണ്. അവിടെ ആരുമില്ലാത്തടത്ത് ദൈവം നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇതൊന്നിനും കൊള്ളത്തില്ല, ഇവിടെ നിന്നും ഒന്നും കിട്ടാനില്ല, പ്രതീക്ഷിക്കാനില്ലെന്ന് പറഞ്ഞത് ഇത് ഭയങ്കരമായ അമേസിങ് സ്ഥലമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. മൂന്നാമത്തത്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ കൊടുങ്കാട്, ഈ കുറുങ്കാട്, ഈ നിർജ്ജന പ്രദേശം, അതെ, അത് ദൈവ സാന്നിധ്യം അവന് ബോധ്യമാക്കി കൊടുത്തപ്പോൾ അവൻ പറയാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെയല്ലേ ആശ്വാസമുള്ളത്? ആലയത്തിലല്ലേ ദൈവത്തോടുള്ള സംസാരമുള്ളത്? ആലയത്തിലല്ലേ ഏറ്റവും ആനന്ദം ലഭിക്കുന്നത്? ആലയത്തിലല്ലേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്? അപ്പോൾ എല്ലായിടത്തും എല്ലാം പ്രശ്നമെന്ന് ചിന്തിച്ചെടുത്ത് പറയുകയാണ്, ഇല്ല, ആ സ്ഥലം തന്നെ ദൈവത്തിൻ്റെ ആലയമാണെന്ന് അവൻ പറയുക. മൂന്നാമത്തെ കാര്യം, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ. ആമേൻ. എല്ലായിടങ്ങളിലും വാതിൽ അടച്ചു. ഇനി എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഏത് വഴിയിലോട്ട് പോകണമെന്ന് അറിയില്ല.
എന്ന് പകച്ചു നിൽക്കുന്നവൻ പറയുക, സ്വർഗത്തിന്റെ വാതിലാണിത്, ഞാൻ സ്വർഗത്തിന്റെ വാതിലെത്തിയിരിക്കുകയാണ്. അതെ, നിങ്ങൾ എല്ലാ വാതിൽ അടഞ്ഞിരിക്കുമ്പോഴും ദൈവം പറയുന്നു, നിങ്ങൾ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കലെത്തിയിരിക്കുകയാണ്. പത്മോസിന്റെ ഏകാന്ത ദ്വീപിലായിരുന്ന സമയത്ത് ഡൊമീഷ്യൻ ചക്രവർത്തി അവനെ തിളച്ച എണ്ണയിൽ വറുത്തെടുക്കാൻ നോക്കിയിട്ട് അവൻ മരിച്ചില്ല, അല്ലെങ്കിൽ അവന് ഒരു ദോഷവും പറ്റിയില്ല. അത് കണ്ടപ്പോൾ അവനെ പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത ദ്വീപിലേക്ക് അവിടെ കിടന്നു മരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളിയതാണ്. പക്ഷേ എല്ലാ വാതിലും അടഞ്ഞിരിക്കുമ്പോൾ, ഒരു വഴിയും വാതിലും ഇല്ലാതിരിക്കുമ്പോൾ, യോഹന്നാൻ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, 4-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നു. അതെ, എല്ലാ വശങ്ങളിലും ഇടത്തും വലത്തും മുൻപും പിൻപും വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ മുകളിൽ ഒരു വാതിൽ, സ്വർഗം ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വെളിപ്പാടുകൾ നൽകുവാൻ, ദർശനങ്ങൾ നൽകുവാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഹല്ലേലൂയ, പ്രതീക്ഷകൾ നൽകുവാൻ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. യാക്കോബ് പറയുകയാണ്, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ. അപ്പോൾ നമ്മുടെ ശൂന്യതയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദർശനത്തിന് സമയമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മുടെ കണ്ണുകളിൽ നിന്ന് തുറന്നാൽ നമ്മൾ കാണുന്നത് ഇത് എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയം, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ. ആമേൻ. ദൈവത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. ദൈവത്തിൻ്റെ ശബ്ദമോ ദൈവ സാന്നിധ്യമോ നമ്മൾ അനുഭവിച്ചാൽ ഇന്ന് കാണുന്ന സാഹചര്യം ധാരാളമാണ്. ഇന്ന് കാണുന്ന സാഹചര്യത്തിലാണ് ദൈവത്തിന് ഇടപെടാനുള്ളത്. ഇന്ന് കാണുന്ന സാഹചര്യം ഭയങ്കരമായ സാഹചര്യമാണ്. ഇന്ന് കാണുന്ന സാഹചര്യം ഇന്നത്തെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യമായിരിക്കും ദൈവ സാന്നിധ്യം കൂടുതൽ അടുത്തറിയാനുള്ള സാഹചര്യം. ആമേൻ. അതുകൊണ്ട് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. യാക്കോബ് തീരുമാനമെടുക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പലരെയും നമ്മിൽ നിന്ന് അകറ്റിയിട്ട്, പലരെയും മാറ്റി നിർത്തിയിട്ട് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പദ്ധതികൾ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ അനുഗ്രഹത്തെ നമുക്ക് ഉറപ്പാക്കി തരാൻ ആഗ്രഹിക്കുന്നു. നിരാശപ്പെടേണ്ട. കർത്താവ് നിങ്ങളോട് സംസാരിക്കാനും ദൈവിക പദ്ധതികളെ നിങ്ങളുടെ ഹൃദയത്തിലാക്കി തരുവാനും നിങ്ങളെ കാണിച്ചു തരുവാനുമുള്ള ഒരു സമയമായിട്ട് ഈ സാഹചര്യം നിങ്ങൾ കണക്കാക്കുക. പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആവശ്യമുണ്ട് ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. യാക്കോബ് ഉറക്കമുണർന്നതുപോലെ, ആമേൻ, നമ്മളുടെ നിരാശയുടെ ഉറക്കം, നമ്മുടെ ഭയത്തിൻ്റെ ഉറക്കം, നമ്മുടെ വ്യാകുലത്തിൻ്റെയും ആകുലങ്ങളുടെ ഉറക്കത്തെ വിട്ട് ഒന്ന് ഉണരണം. ഉണർന്നാൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റും. ദൈവം അത് ദൈവം നമ്മെ ഒരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നൽകുന്ന വലിയ പ്രതീക്ഷകൾ, ദൈവം നൽകുന്ന വലിയ വിടുതലുകൾ, ദൈവം നൽകാൻ പോകുന്ന വാഗ്ദത്തങ്ങളുടെ ഉറപ്പിന് വേണ്ടിയാണ് ഈ സന്ദേശം തരുന്നത്. അതുകൊണ്ട് ഇത് മുറുകെ പിടിക്കുക. ഈ സാഹചര്യം, ഇത് ദൈവം ഉണ്ട്. എല്ലാവരും മാറിപ്പോകുമ്പോൾ, ആരും ഇല്ലെന്ന് പറയുമ്പോൾ യഹോവ ഇവിടെ ഉണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശു കൂടെ ഉണ്ട്. കർത്താവ് കൊടുക്കുന്ന ഉറപ്പിതാ. അപ്പോസ്തലനായ പൗലോസിനും പത്രോസിനൊക്കെ ആ ഉറപ്പ് ലഭിച്ചു. അവരുടെ പ്രതിസന്ധിയുടെ ആ ശൂന്യതയിലോ ഒറ്റപ്പെടലിലോ കൂരിട്ട നടുവിലൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് യേശു അവരുടെ കൂടെ ഇറങ്ങി വന്നു. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. മറിയ വളരെ വേദനിച്ച് മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആമേൻ. മറിയേ, ഭയപ്പെടേണ്ട. അവിടെ കർത്താവ് ഇറങ്ങി വന്നു. ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഇരുട്ടിൻ്റെ സമയത്തും കർത്താവ് ധൈര്യപ്പെടുത്തുവാൻ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകൾ നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ജീവിതം ഇരുട്ടാക്കിയിട്ടുണ്ടാകാം, തപ്പിത്തടയുന്ന സാഹചര്യത്തിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ അവിടെയും കർത്താവ് ഇറങ്ങി വരും. കർത്താവ് കൂടെ ഉണ്ട്. ദൈവമുണ്ട്. ഇവിടെ ദൈവമുണ്ട് എന്ന് പറയത്തക്കവണ്ണം, ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്ന സ്ഥലമാണ്, ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മക്കൾ കടന്നു പോകുന്ന ഈ ഒറ്റപ്പെട്ട സാഹചര്യം, ശൂന്യതയുടെ സാഹചര്യം, ആരും എനിക്കില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായി പോയില്ലെന്ന് പറയുന്ന ഈ സാഹചര്യത്തിലും കർത്താവുള്ളത് കൊണ്ട് അങ്ങേക്ക് നന്ദി. അവിടുന്ന് കർത്താവെ നൽകുന്ന ആലയത്തിന് സമാനമായ ആശ്വാസമുള്ള സ്ഥലമാക്കി മാറ്റുന്നതിനായി നന്ദി. മക്കൾ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായി മാറട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവീയ വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ. ഉറപ്പിച്ച് കർത്താവ് നിർത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം
നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസത്തെയും സന്ദേശം, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിൻ്റെ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന് അമർത്തണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും പ്രസംഗം യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷനായി കിട്ടും. നിങ്ങൾ കേൾക്കാൻ കുറേ പേർക്ക് ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ.